ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു കണ്ടന്റുമായിട്ടാണ്. ഇതുവരെ ലോകത്തിൽ ഇത്രയും കാലമായിട്ട് നമ്മളെ സയൻസ് വളർന്നു, ടെക്നോളജി വളർന്നു, എല്ലാം വളർന്നിട്ടും ആർക്കും കണ്ടുപിടിക്കാത്തൊരു സംഭവം, കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ്. 3-4 കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് അതിലോട്ടേക്ക് പോവാം. ഫസ്റ്റാണ് റാറ്റിംഗ്. ഇതെന്ന് പറയുന്നത് മറ്റേ നമ്മൾ കഥയിൽ കേട്ടിട്ടുള്ള സംഭവമല്ല. ഇതെന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം പ്രതിഭാസത്തിനാണ് നമ്മളിങ്ങനെ പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലികളുടെ വാലുകളെല്ലാം ഒരുമിച്ചായിട്ട് കൂട്ടിക്കെട്ടിയ പോലെയായിട്ട് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോവുക. അതാണ് ഈ റാറ്റിംഗ് എന്ന് പറയുന്ന ഈ സംഭവം. ഇതാണ് ഈ പ്രതിഭാസം. ഇന്നേ വരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്താണ് ഇതിന് കാരണം. ചില ആൾക്കാർ പറയുന്നത് ചില എലികളുടെ വാലിന് നല്ല പശയുണ്ടാവും. ഇപ്പോൾ കൂട്ടം കൂടി ഇരിക്കുന്ന സമയത്ത് അത് വേറെ എലീൻ്റെ വാലിനോട് കൂട്ടിക്കെട്ടിയിട്ട് അങ്ങനെയാവുന്നു. പിന്നെ അത് അഴിഞ്ഞു വരാൻ പറ്റാതെ കുടുങ്ങി മരിച്ചു പോകുന്നു ചില ആൾക്കാർ പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് ഈ തണുപ്പ് കാലത്താണ് ഇത് അധികം ഇങ്ങനെ കണ്ടുവരുന്നത്, ഈ റാറ്റിംഗ് എന്ന് പറയുന്ന സംഭവം. ചില ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് ഈ തണുപ്പ് കാലത്ത് തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് എലികളെല്ലാം കൂട്ടം കൂടി നിൽക്കും. അന്നേരം വാലുകളെല്ലാം കൂട്ടിക്കെട്ടിപ്പോയി അറിയാതെ ഇങ്ങനെ സംഭവിച്ചു, പിന്നെ അനങ്ങാൻ പറ്റാതെ മരിച്ചു പോകുന്നതാണെന്നാണ് പറയപ്പെടുന്നത് ചില ആൾക്കാർ പറയുന്നത്. ഈ 2 കാര്യങ്ങളാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇതാണ് റാറ്റിംഗ് എന്ന് പറയുന്ന സംഭവം. ഇതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇറ്റ് മേ ഫീൽ ഡിസ്കസ്റ്റിംഗ്. ആരും ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ണു കുത്തിക്കോ. ഇതാണ് ആ ഒരു സംഭവം. ഈ ഒരു ഫോട്ടോ കണ്ടോ, അങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊക്കെ കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള അങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് റാറ്റിങ്സ്. അപ്പം അടുത്ത് നമ്മളെ ടോപ്പിക്കിലോട്ടേക്ക് പോവാം. നമ്മളെ ടോപ്പിക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. ഇപ്പോൾ എന്താ അടുത്ത നമ്മൾ ടോപ്പിക് പൈറൈസ് മാപ്പ്. പൈറൈസ് എന്ന് പറയുന്നത് ഒരാളാണ്. ഇയാൾ ഉണ്ടാക്കിയ മാപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ മാപ്പിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ മാപ്പ് ഇയാൾ ഉണ്ടാക്കുന്നത് 1513 ഇയാൾ ഇതുണ്ടാക്കിയത്. അന്നേരം ഇയാൾ ഈ മാപ്പിൽ അന്റാർട്ടിക്ക വരക്കുന്ന സമയത്ത് ലോകത്തുള്ള ആർക്കും അറിയില്ലായിരുന്നു അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. അന്റാർട്ടിക്ക എന്ന് പറയുന്ന സ്ഥലം ഉണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നത് 1820 കാലഘട്ടങ്ങളിലാണ്. അതായത് അന്റാർട്ടിക്ക എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഇതാണ് സ്ഥലം, മനസ്സിലാക്കുന്നത് 1820. പക്ഷെ ഇയാളുടെ മാപ്പിൽ, പൈറൈസ് മാപ്പിൽ കൃത്യമായിട്ട് അന്റാർട്ടിക്ക വരച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത്, ഈ കുറേ ആൾക്കാർ മലയൊക്കെ കയറാൻ പോയില്ലേ, ഈ അന്റാർട്ടിക്ക പോലത്തെ വലിയ വലിയ സ്ഥലത്തൊക്കെ പോകുമ്പോൾ സഞ്ചാരികൾ ഈ മാപ്പുകളൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു മീറ്റർ, ക്രോണോമീറ്റർ. ആ മീറ്റർ ഉണ്ടാക്കുന്നത് 1700 കാലഘട്ടങ്ങളിലാണ് ആ മീറ്റർ കണ്ടുപിടിച്ചത്. അതിനു മുന്നേ ഈ അന്റാർട്ടിക്ക പെർഫെക്റ്റായിട്ട് അയാളുടെ മാപ്പിൽ അയാൾ വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണല്ലേ ഒരു പവർ. ഇത്രയും കാലത്തിന് മുന്നേ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്രയോ വലിയ കാര്യമാണ്, മികച്ച കാര്യം തന്നെയാണ്. എങ്ങനെയാണ് അയാൾ ഉണ്ടാക്കിയതെന്നോ ഇത്ര പെർഫെക്റ്റായിട്ട്? അയാൾക്ക് പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ടോയെന്നോ ഇന്നും ഈ ലോകത്ത് ആർക്കും അറിയില്ല. അടുത്ത നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് വോയ്നിച്ച് മാനോസ്ക്രിപ്റ്റ് ആണ്. മാനോസ്ക്രിപ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, പണ്ടത്തെ ആൾക്കാർ എഴുതി വെക്കുന്നത്, കുറേ ആൾക്കാരെല്ലാം പഠിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് 5th സെഞ്ച്വറിയിലാണ് ഈ ഒരു ബുക്ക് എഴുതിയെന്ന് പറയപ്പെടുന്നത്.
ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്തെന്ന് ഈ ഒരു ബുക്കിൻ്റെ അകത്ത് 240 പേജസ് ഉണ്ട്. കുറേ കാര്യങ്ങളുള്ളത്, എന്തെല്ലോ കുറേ കാര്യങ്ങളുള്ളത്. ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത്, ടോപ്പിക് എന്ന് പറയുന്നത്, ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് ആർക്കും അറിയില്ല. ഈ ബുക്കിൻ്റെ അകത്ത് ഉണ്ടായ ലാംഗ്വേജ് എന്താണെന്ന് ആർക്കും അറിയില്ല. എന്തെല്ലോ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് 240 പേജിൽ. ആരാണ് എഴുതിയതെന്നോ എന്താണെന്ന് എഴുതിയതും അറിയില്ല. എന്തായിരിക്കും ആ ബുക്കിലുള്ളത്? ഇന്നും മിസ്റ്ററി തന്നെ. നമ്മളെ സയൻസിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത, ടെക്നോളജിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വളരെ വലിയ മിസ്റ്ററി തന്നെ. അപ്പം അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. അടുത്ത ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. അപ്പം അതുവരെ എല്ലാവർക്കും ഒരു ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.